അപ്പൊ നമ്മൾ ഇന്നലെ നിർത്തിയത് 135-ാമത്തെ ക്വസ്റ്റ്യനിലായിരുന്നു. കുറച്ച് പുസ്തകത്തിൽ ഒരു 20 ക്വസ്റ്റ്യൻ 22 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ടോപ്പിക് വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 138-ാമത്തെ ക്വസ്റ്റ്യൻ. A dash is most often defined as a program in execution. So a program in execution context അല്ല, semaphore അല്ല, critical section അല്ല, എന്താണ് പ്രോസസ്. പ്രോസസ്. ഓക്കെ, അടുത്തത് each process has a dash that reflects all the information which completely describes the current state of execution of process. Context, mode, register, switch. ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് അതിനെയല്ല നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നൊക്കെ പറയുന്നത്. ആ കോണ്ടെക്സ്റ്റ് ആ കറന്റ്ലി ഇരിക്കുന്ന അവസ്ഥ ആ കോണ്ടെക്സ്റ്റിനെ സ്വിച്ച് ചെയ്യുന്നു. സോ ഈച്ച് പ്രോസസ് ഹാസ് എ കോണ്ടെക്സ്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തത് കൺസിഡർ, ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. കൺസിഡർ ദ 3 പ്രോസസ്സസ് P1, P2 ആൻഡ് P3 ഷോൺ ബിലോ. 2 പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ എനിക്ക് കണ്ടിട്ടുള്ള ഇതുവരെ മൊത്തം നോക്കിയിട്ട് ഇതുവരെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാക്കപ്പില്. സോ സൗണ്ട് ക്ലിയർ അല്ലേ? ഒച്ച കുറവാണോ? എന്താ പ്രശ്നം? ഞാൻ അതിന്റെ പടം ഒന്ന് വരയ്ക്കാം. നിങ്ങൾക്ക് കിട്ടിയത് അതുപോലെ തന്നെ ആണോ നോക്കുക. എനിക്ക് കിട്ടാത്തവർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം തന്നെയാണോ കിട്ടിയെന്ന് നോക്കുക. ഞാൻ ആദ്യം വരയ്ക്കുന്നത് FCFS ആണോ? FCFS ഇതിന്റെ പടം ഇങ്ങനെയാണ്. P1, P2, P3. അടുത്തത് ഡയഗ്രം ഇതുപോലെ തന്നെയാണോ കിട്ടിയത്? എല്ലാവർക്കും യെസ് എന്ന് പറയും, വൈ എന്ന് പറയും. എക്സാക്ട്ലി സെയിം ഉണ്ടെങ്കിൽ. കിട്ടാത്തവര് അത് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. നമ്മുടെ റൂമിലും ചെയ്താൽ മതി. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ കെയ്പ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഓക്കെ ഫൈൻ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ ആൻസർ പറഞ്ഞു.
E2MS ശ്രീധ ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ടാ ബി എന്ന് പറയണേ? ഷെഡ്യൂളിംഗ് ചെയ്യുന്നത് ഷെഡ്യൂളർ അല്ലേ? അതെ. കൺട്രോൾ ഓഫ് ദ CPU, അതായത് ആ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ CPUവിന് കൺട്രോൾ വിട്ടുകൊടുക്കും ഒരാൾക്ക്. ഓക്കെ, ബാധിക്കാനായിട്ട്. അതായത് കോൺടെക്സ്റ്റ് ഒരാളെ സെലക്ട് ചെയ്യും, അയാളെ നമുക്ക് കോൺടെക്സ്റ്റ് നിർത്തണം അല്ലേ? അപ്പൊ ആ കൺട്രോൾ ഒരു മോഡ്യൂളിന് വിട്ടുകൊടുക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ. ഗ്രാമറ്റിക്കലി അത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ദ മോഡ്യൂൾ ദാറ്റ് ഗീവ്സ് ദ കൺട്രോൾ ഓഫ് ദ CPU to the process selected by the short term schedule. Short term scheduler സെലക്ട് ചെയ്ത പ്രോസസ്സിൽ CPUവിന്റെ കൺട്രോൾ ആരാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ആരാണ്? ക്വസ്റ്റ്യൻ. സൗണ്ട് പ്രശ്നമുണ്ടോ? ശരിക്കും പ്രശ്നമുണ്ടോ? ഒരു സെക്കൻഡ്. എല്ലാവർക്കും പ്രശ്നം? എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? നോക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ വോളിയം കുറവല്ല, ഭയങ്കര പതർച്ചയായിരുന്നു. ഇപ്പം കാരണം ഞാൻ ആ സോഫ്റ്റ്വെയർ ഇപ്പൊ ഞാൻ ഡിസേബിൾ ചെയ്തു, അതുകൊണ്ടാണ്. ഇപ്പൊ നോർമലായി. ഓക്കെ ഫൈൻ. അപ്പം ഇപ്പൊ പ്രശ്നമില്ല അല്ലേ? ഓക്കെ. അപ്പം അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷെഡ്യൂളർ തെരഞ്ഞെടുത്ത ആളുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഡിസ്പാച്ചർ ആണ് കേട്ടോ, ഷെഡ്യൂളർ അല്ല. The module that gives the control of CPU to the process selected by the short term scheduler. Short term scheduler സെലക്ട് ചെയ്ത ആൾക്ക് പിന്നെ അതിന്റെ CPUവിന്റെ കൺട്രോൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ പണി ചെയ്യുന്നത് ആരാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അത് ഡിസ്പാച്ചർ ആണ്, ഷെഡ്യൂളർ അല്ല, ഡിസ്പാച്ചർ ആണ്. സോ നിങ്ങളുടെ ആൻസർ കീ അത് റോങ് ആണ്, അത് തിരുത്തിക്കോ കേട്ടോ. ഡിസ്പാച്ചർ. ഷാനി, അതിപ്പോ ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? എസ് ഒന്ന് അടിക്കൂ. എല്ലാവർക്കും അത് കേട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം? കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ? ഓക്കെ. സോ ആൻസർ ഡിസ്പാച്ചർ ആണ്. നിങ്ങളുടെ കീയിൽ കൊടുത്തേക്കുന്നത് ഷെഡ്യൂളർ എന്നാണ്, തിരുത്തിക്കോളൂ കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Option B. In a time sharing operating system, when the time slot given to a process is completed, the process goes from running state to ready state. അല്ലേ? 158. ഓപ്ഷൻ ബി കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട് ഓഫ് എ മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റം? എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചല്ലോ അല്ലേ? ഓക്കെ. സോ ഇൻക്രീസിങ് CPU യൂട്ടിലൈസേഷൻ കറക്റ്റ് ആണ്. മൾട്ടി പ്രോഗ്രാമിൽ ഇൻക്രീസ് ചെയ്ത് CPU, അതായത് CPU എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് പോകുമ്പോൾ, അതായത് CPUവിന് ആവശ്യമില്ലാത്ത പരിപാടിയിലേക്ക് പോകുമ്പോൾ ആ ജോബിനെ മാറ്റിയിട്ട് അടുത്ത ജോബ് എടുത്ത് കൊടുക്കുക. അതാണ് നമ്മുടെ മെയിൻ. അൾട്ടിമേറ്റ്ലി നമ്മൾ CPU യൂട്ടിലൈസേഷൻ കൂട്ടുന്നത് അങ്ങനെയാണ് അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വിച്ചസ് ആൻഡ് എക്സിക്യൂട്ട് അതർ ജോബ്, അത് കറക്റ്റ് അല്ലേ? അല്ലെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരാൾ വേറെ ഒരു IO ഓപ്പറേഷന് പോകുമ്പോൾ അവനെ സ്വിച്ച് ചെയ്തിട്ട് കോൺടാക്ട് സ്വിച്ച് ചെയ്തിട്ട് അടുത്ത ജോബിനെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ അടുത്ത പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതും കറക്റ്റാ. സോ വിച്ച് ഓഫ് നോട്ട് ആൻ ആട്രിബ്യൂട്ട് ആണ് അല്ലേ? സോ അടുത്ത അവസാനത്ത് നോക്കിയ സെവറൽ ജോബ്സ് റിസൈഡ് ഇൻ സിസ്റ്റം മെമ്മറി സൈമിൾട്ടേനിയസ്ലി, അതും കറക്റ്റ് ആണ്. ഓക്കെ. ഇനി എന്തുകൊണ്ടായിരിക്കാം ഇത് സി തെറ്റിയത്? യൂസേഴ്സ് ക്യാൻ ഇന്ററാക്ട് വിത്ത് റണ്ണിങ് ജോബ്സ്. ആക്ച്വലി അവർ ഉദ്ദേശിച്ചേക്കുന്നത് യൂസേഴ്സ് ക്യാൻ ഇന്ററാക്ട് വിത്ത് റണ്ണിങ് ജോബ്സ് എന്ന് പറഞ്ഞാൽ CPU ബേസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. CPU ബേസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെന്താ, നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇൻപുട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനെ പുറത്താക്കും. ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലോട്ട് മാറ്റില്ലേ? ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലോട്ട് മാറ്റുമ്പോൾ അടുത്ത ആൾ കയറില്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇത് തെറ്റുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് റോങ്. സോ നോട്ട് ആൻ ആട്രിബ്യൂട്ട്. ഈ 4 ഓപ്ഷനിൽ ബെറ്റർ ഓപ്ഷൻ ഇതാണ് കേട്ടോ. യൂസേഴ്സ് ക്യാൻ ഇന്ററാക്ട് വിത്ത് റണ്ണിങ് ജോബ്സ്. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു C പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്കാൻഎഫ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കാൻ ശ്രമിക്കുമല്ലോ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ ആ സ്കാൻഎഫ് വരുമ്പോഴത്തേക്ക് അതിനെ പുറത്താക്കും. അതിനെ ഡിവൈസ് ക്യൂലോട്ട് വിട്ടിട്ട് അടുത്ത പ്രോസസ്സിന് എടുക്കും അല്ലേ? മൾട്ടി പ്രോഗ്രാമിലാണെങ്കിൽ അടുത്ത പ്രോസസ്സിന് എടുക്കും അല്ലേ? ഫൈൻ. സോ ആൻസർ എന്ത് ഫൈനലൈസ് ചെയ്യാം? ഒന്നുകൂടെ ആൻസർ ടൈപ്പ് ചെയ്യൂ എല്ലാവരും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ 4 ഓപ്ഷനിലാണല്ലോ എന്തായാലും ആൻസർ ഉണ്ടാവുക, വേറെ എന്തായാലും ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം പെർഫെക്റ്റ്ലി ആദ്യം തന്നെ ആൻസർ കുത്താതെ ഏത് റോങ് ആണ്, അൾട്ടിമേറ്റ്ലി ഏത് റോങ് ആണെന്ന് ഫൈനലി ആ കൺക്ലൂഷനിലേക്ക് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ആൻസറിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. തിരിച്ച് ഓക്കെ, റിവേഴ്സ് പ്രോസസ്. സാധാരണ നമ്മൾ ഗേറ്റ് എക്സാമിനേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി അങ്ങനെയാണ്. അപ്പം ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ആംബിഗിറ്റി വരുന്നുണ്ട്. സോ അതിനകത്ത് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന് ചിന്തിക്കുക. ഇനി ആ ക്വസ്റ്റ്യൻ ഇട്ട ആള് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ജസ്റ്റ് ഒരു സൈക്കോളജിക്കലായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയത് ആൻസർ കുത്തുക കേട്ടോ. കൺഫ്യൂഷൻ വരുന്നത് മാത്രം ഒരു 80% ഓക്കെയാ, ഒരു 20% ക്വസ്റ്റ്യൻസിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഫൈൻ. സോ ഇവിടെ ഓപ്ഷൻ സി ആണ്. അടുത്തത്, the degree of multiprogramming is controlled primarily by, ഇന്ന് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, പ്രൈമർലി ബൈ. നേരത്തെ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോങ് ടേം ഷെഡ്യൂൾ. ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ലോങ് ടേം ഷെഡ്യൂളർ ആണ്, അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ ഒന്നും വേണ്ട അല്ലേ. ഓക്കെ, അടുത്തത്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം എക്സിക്യൂട്ട്സ് ഫസ്റ്റ് ദ ജോബ്. എന്തുകൊണ്ടാ വന്നതെന്ന് പറയാവോ? സോണി എൽ ജോൺസൺ. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് വിച്ച് എൻഡേർഡ് ഫസ്റ്റ് ആണോ ചെയ്യുന്നത്? അറൈവൽ ടൈം വെച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ആ സമയത്ത് മറ്റ് പ്രോസസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി ചെയ്ത പ്രോസസ് ആയിരിക്കില്ലേ? ആ സമയത്ത് ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ആദ്യം വന്നത്. അതിനിപ്പോ നമുക്ക് അൽഗോരിതത്തിന്റെ ആവശ്യമില്ലല്ലോ. ഒരാൾ മാത്രം കോമ്പറ്റീഷൻ വന്നതില്ല മാത്രമല്ല അൽഗോരിതത്തിന്റെ ആവശ്യം. കോമ്പറ്റീഷൻ 2 പേരില്ലെങ്കിൽ നമുക്ക് അൽഗോരിതത്തിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഒന്നിലധികം ആൾക്കാർ വരുമ്പോൾ മാത്രമേ അൽഗോരിതത്തിന്റെ ആവശ്യമുള്ളൂ. അതായത് 2 പേര് കോമ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ. ഇപ്പൊ നിങ്ങൾക്ക് PSC ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ 5 പേര് അപ്ലൈ ചെയ്യുന്നു, 5 പോസ്റ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് എന്തുകൊണ്ടാ? അവിടെ കോമ്പറ്റീഷനുള്ള ആൾക്കാർ കൂടുതൽ, നമുക്ക് സെലക്ഷൻ അവിടെ വരുമ്പോഴത്തേക്കല്ലേ. ആ സെലക്ഷന്റെ ക്രൈറ്റീരിയ ആണ് എന്ത്? PSC ടെസ്റ്റ് അല്ലേ. സോ അപ്പോൾ നമുക്കിത് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. സോ വിത്ത് ലീസ്റ്റ് പ്രോസസർ നീഡ്സ് അല്ലേ, ഓപ്ഷൻ സി അല്ലേ അത്, 184. ഓക്കെ, 184 ഓപ്ഷൻ സി. ഫൈൻ. അടുത്തത്, അടുത്ത ക്വസ്റ്റ്യനും പ്രോബ്ലം ആണ്, ചെയ്ത് നോക്കിയേ. പോളി ലെക്ചർ 2008 ചോദിച്ചതാ. റൗണ്ട് റോബിൻ ആണ് അല്ലേ, റൗണ്ട് റോബിൻ വിത്ത് ടൈം ക്വാണ്ടം 1. ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയും. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ആ ഗ്യാൻ ചാർട്ട് മാത്രം വരയ്ക്കാം കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് കിട്ടാത്തവർ ആ ചാർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റാ. ആൻസർ 11 തന്നെയാ കേട്ടോ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റാ. എനിക്ക് കിട്ടിയ ചാർട്ട് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇഫ് റൗണ്ട് റോബിൻ വിത്ത് ടൈം ക്വാണ്ടം ഇസ് 1, ദ ഡിപ്പാർച്ചർ ടൈം ഓഫ് ദ ജോബ് P വിൽ ബി ഡാഷ്. സോ ഡിപ്പാർച്ചർ ടൈം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി പോകുന്ന സമയമാണ് കേട്ടോ. P പുറത്തിറങ്ങി പോകുന്നത് 11 അല്ലേ. ഓക്കെ, ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് പടം കിട്ടിയത്? എല്ലാവർക്കും 11 കിട്ടിയവർക്ക് പടം കറക്റ്റ് ആണല്ലോ അല്ലേ. ഓക്കെ, പടം കറക്റ്റ് ആണെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല. അത് നിങ്ങളുടെ ഇത് നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും.
ആ ചാർട്ട് കറക്റ്റ് ആയാൽ മതി, വേറെ ഒന്നുമില്ല. അൽഗോരിതം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. എല്ലാവരും ചെയ്ത് നോക്കിയല്ലോ അല്ലേ? എല്ലാവർക്കും സമയം കിട്ടിയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ? ഒന്ന് ദിവസം അടിച്ചോളൂ. സ്പീഡ് കൂടുതലില്ലല്ലോ? സ്പീഡ് കൂടുതലുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അടുത്തത് 212 ക്വസ്റ്റ്യൻ ചെയ്തോളൂ. 212. In a batch system, the time defined as the time from which a job is submitted until the job is returned to the user is called dash. Okay. ഓപ്ഷൻ ഡി ആണ്. ഇനി ഈ ബാച്ച് സിസ്റ്റത്തെ കുറിച്ച് എവിടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, ഇതുവരെ കണ്ടിട്ടുമില്ല. സോ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കണം. നിങ്ങളുടെ കീയിൽ കൊടുത്തേക്കുന്നത് ബി എന്നാണ്. ഓക്കെ, ഒന്നും കൂടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ബാച്ച് സിസ്റ്റത്തിന് ഇങ്ങനെ എങ്ങാണ് ഇനി വേറെ ഏതെങ്കിലും പേര് പറയുന്നുണ്ടോ നോക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ആ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ളതും കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് അയക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുത്താം. ഓക്കെ, പക്ഷേ ലോജിക്കലി ഈ ടേൺ അറൗണ്ട് ടൈം ആയിരിക്കണം ആൻസർ. ഓക്കെ, അപ്പൊ 212 തന്നിരിക്കുന്ന കീ ബി ആണ്, ബേഴ്സ് ടൈം എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ടേൺ അറൗണ്ട് ടൈം ആയിരിക്കണം കറക്റ്റ്. ഓക്കെ ആണെങ്കിൽ എസ് അടിച്ചേ. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തു കേട്ടോ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ. ബാച്ച് സിസ്റ്റത്തിൽ ഇനി അങ്ങനെ കാണാൻ പേര് എന്തെങ്കിലും ഉണ്ടോ എന്ന്, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കോ. ടെക്സ്റ്റ് ബുക്കിലൊന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, ഫൈൻ. ഞാൻ ഒരു സെർച്ചിങ് ഒക്കെ നടത്തി. ഇനി നിങ്ങളും കൂടെ ഒന്ന് നോക്കിക്കോ. ഓക്കെ, സോ ടേൺ അറൗണ്ട് ടൈം ആയിരിക്കണം ആൻസർ. ഫൈൻ. അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേ. ഇതും ഒരു ഇൻഫർമേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻഫർമേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്, ആംബിഗ്വസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെർച്ചിങ് നടത്തി. ഓക്കെ, ഇതും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. വിൻഡോസിന്റെയും നിങ്ങൾ കണ്ടുപിടിച്ചോളൂ, യൂണിക്സിന്റെയും കണ്ടുപിടിച്ചോളൂ. യൂണിക്സിന്റെ എനിക്ക് കിട്ടിയത് ഇതാണ്. യൂണിക്സ് ഈസ് ഫോളോയിങ് മൾട്ടി ലെവൽ ക്യൂ വിത്ത് ഫീഡ്ബാക്ക് വിത്ത് RR ഷെഡ്യൂളിംഗ്. ഓക്കെ, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ വിത്ത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. അതായത് നമ്മൾ ആ മൾട്ടി ലെവൽ ക്യൂവിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചില്ലായിരുന്നു റൗണ്ട് റോബിൻ തന്നെ ആയിരിക്കണോ? അതൊക്കെ എനിക്ക് തോന്നുന്നു അത് യൂണിക്സിന്റെയും വിൻഡോസിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് ആ പടം വരച്ചേക്കുന്നവർ കേട്ടോ. യൂണിക്സ് ഇങ്ങനെയാണ്. വിൻഡോസ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ വിത്ത് അഗെയിൻ അത് തന്നെയാണ് കേട്ടോ. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ വിത്ത് RR ഷെഡ്യൂളിംഗ്. ഓക്കെ, അപ്പം ഇവിടെ വീണ്ടും പ്രശ്നമായി. കാരണം യൂണിക്സ് ഉപയോഗിക്കുന്നത് മൾട്ടി ലെവൽ ക്യൂ ഫീഡ്ബാക്ക് ആണ്, റൗണ്ട് റോബിൻ ആണ് അല്ലേ. സോ കുറച്ചും കൂടെ നല്ല ആൻസർ ഇതാണ് കേട്ടോ, മൾട്ടി ലെവൽ ക്യൂസ് വിത്ത് ഫീഡ്ബാക്ക്. ഇനി ഈ റൗണ്ട് റോബിൻ അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങളൊക്കെ പല അൽഗോരിതങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആപ്റ്റ് ആൻസർ മൾട്ടി ലെവൽ ക്യൂ വിത്ത് ഫീഡ്ബാക്ക് ഷെഡ്യൂളിംഗ് എന്നാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അതിന്റെ ഇന്റേണലി ഒരു ക്യൂവില് റൗണ്ട് റോബിൻ എന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ക്ലിയർ ഡെഫിനിഷൻ ഒന്നും കണ്ടില്ല. ഓക്കെ, സോ ഈ 4 എണ്ണത്തിൽ ആൻസർ മൾട്ടി ലെവൽ ക്യൂ വിത്ത് ഫീഡ്ബാക്ക് ആയിരിക്കണം മോർ ആപ്റ്റ് കേട്ടോ. രണ്ടാമത് അല്ലെങ്കിൽ ഇത് രണ്ടും ഓക്കെയാ ഈ ക്വസ്റ്റ്യനില്, ഇത് രണ്ടും ഓക്കെയാ. പക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൻസർ ഇപ്പൊ ഇതും കറക്റ്റാ, ഏകദേശം റൗണ്ട് റോബിൻ തന്നെയാണ്. പക്ഷെ ഇതും തന്ന സ്ഥിതിക്ക് ഇപ്പൊ അംബിഗസ് ആയിപ്പോയി ക്വസ്റ്റ്യൻ. 2 ഓപ്ഷനും രണ്ടും ഉണ്ട് അല്ലെ. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് വിത്ത് റൗണ്ട് റോബിൻ ആണ്. ഈ മൾട്ടി ലെവൽ ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രയോറിറ്റി ബേസ്ഡ്. ഇപ്പൊ വിൻഡോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണും പ്രിഎംറ്റീവ് പ്രയോറിറ്റി ബേസ്ഡ് അൽഗോരിതം. ഈ പ്രയോറിറ്റി ബേസ്ഡ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ പല ക്യൂസ് അല്ലേ. അപ്പൊ ഓരോ ക്യൂസിനും ഓരോ പ്രയോറിറ്റി ആയിരിക്കും. അപ്പൊ ആ പ്രയോറിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ
ആദ്യം വരുന്ന ആൾക്ക് ഹയർ പ്രയോറിറ്റി, കാരണം ഇതിനകത്ത് കയറുന്നവർക്ക് ഹയർ പ്രയോറിറ്റി അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം പ്രയോറിറ്റി ബേസ്ഡ് പ്രിഎംറ്റീവ് എന്നും നിങ്ങൾ കാണും. ആ പ്രയോറിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മൾട്ടി ലെവൽസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം എനിവേ ഓപ്ഷൻ സി ആയിരിക്കണം ഇവിടെ ബെറ്റർ ആൻസർ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഷോർട്ടസ്റ്റ് ടു 214 ഫസ്റ്റ് എന്നല്ലേ കൊടുത്തേക്കുന്നത്, ഓപ്ഷൻ എ എന്നല്ലേ കൊടുത്തേക്കുന്നത്. ഒന്ന് ടൈപ്പ് ചെയ്യൂ. 214 കീയിൽ കൊടുത്തേക്കുന്നത് എന്താ ആൻസർ? കീയിൽ എന്താ കൊടുത്തേക്കുന്ന ആൻസർ? എ എന്നല്ലേ കൊടുത്തത്. നിങ്ങൾ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കയ്യിൽ, എ എന്നല്ലേ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു വേരിയേഷൻ വരുന്നത് നിങ്ങളുടെ ലിനക്സ്. ഇതിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് വേർഷൻ ഓഫ് ദ ലിനക്സ് ആണ്, അല്ലെങ്കിൽ തൊട്ട് അടുത്ത റീസെന്റ് യുണിക്സ് ആണോ, ലിനക്സ് ആണോ, വിൻഡോസ് ആണോ എന്നൊക്കെ ഉള്ള പ്രശ്നം വരും. കാരണം വിൻഡോസ് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇൻഫർമേഷൻ ഉള്ളത് ND വരെയൊക്കെ ഉള്ളൂ. ND അല്ലെങ്കിൽ ഒരു 10ന്റെ ഒന്നും ഇൻഫർമേഷൻ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണില്ല. സോ അതൊക്കെ പ്രശ്നമാവും. കാരണം 10 ചിലപ്പോൾ വേറെ ആയിരിക്കും ഉപയോഗിക്കുക. സോ ഇതൊരു ഭയങ്കര ആംബിഗ്യസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നത് യുണിക്സ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ആണ്, റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ആണ്. വിൻഡോസും മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ഏതോ മറ്റേ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു, എക്സാക്ട്ലി കണ്ടു, ഇങ്ങനെ തന്നെ ഉണ്ടെന്ന് കേട്ടോ. ഇനി അതല്ലാതെ ലിനക്സ് കണ്ടത്, ഒരു ലിനക്സ് എഴുതി വെച്ചു, ലിനക്സ് കംപ്ലീറ്റ്ലി ഫെയർ ഷെഡ്യൂളർ, അങ്ങനെ ഒരു ഷെഡ്യൂളർ ആണ് ലിനക്സ്. വേരിയേഷൻ ഓഫ് യുണിക്സ് ആണ് കംപ്ലീറ്റ്ലി ഫെയർ ഷെഡ്യൂളർ. അത് ചിലപ്പം ഇങ്ങനെ ആയിരിക്കും എന്റെ ഷോർട്ട് ഫോം, CFS. ഇതും എന്താ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് വിത്ത് ഷോർട്ടസ്റ്റ് ജോബ് ആണ്. ഓക്കെ, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ഷോർട്ടസ്റ്റ് ജോബ്, എക്സാക്ട്ലി ഷോർട്ടസ്റ്റ് ജോബ് അല്ല, ഒരു വെർച്വൽ ഷോർട്ടസ്റ്റ് ജോബ്. അവരുടേതായിട്ടുള്ള അൽഗോരിതമാണ്, നമുക്ക് അങ്ങനെ എല്ലാ അൽഗോരിതം പഠിക്കാൻ പറ്റില്ല. ഓക്കെ, സോ അവര് അത് പറയുന്നത് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക്, ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ വിത്ത് SJF എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. കാരണം എങ്ങനെ നമുക്ക് ആംബിഗിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സോ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ വിത്ത് SJF എന്ന് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു വെർച്വലി ഷോർട്ടർ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ജനറലൈസ് ചെയ്ത് SJF എന്നാക്കിയതാ. അപ്പം അതുകൊണ്ടാണോ ഇനി SJF എന്ന് ഇവർ ആൻസർ കൊടുത്തേക്കുന്നതെന്ന് എനിക്കറിയില്ല. ലിനക്സിൽ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് ലേറ്റസ്റ്റ് വേർഷൻസ് കാണുക എന്ന് പറയുന്നത് കുറച്ച് ആംബിഗ്യൂറ്റി ആണ്. ആസ് ഓഫ് നൗ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ട്സിൽ എഴുതി വെക്കുക കേട്ടോ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും വാലിഡ് സോഴ്സിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് കിട്ടിയ സോഴ്സും കൂടെ പറയണം. ഏതെങ്കിലും റോങ് സോഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചത് പറയരുത്. വാലിഡ് ആയിട്ട് നിങ്ങൾ സോഴ്സിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആസ് ഓഫ് നൗ ഇത് എഴുതി വെച്ചോളൂ. ഓക്കെ, നോട്ട് ചെയ്തല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ. എന്തായാലും ഇത് ചിലപ്പം ഇനിയും ചോദിച്ചേക്കാം. കാരണം പ്രോസസ് ഷെഡ്യൂളിംഗ്, CPU ഷെഡ്യൂളിംഗ് ഉള്ള സ്ഥിതിക്ക് അവർക്ക് യൂണിക്സിൽ ഏതാണ്, വിൻഡോസിൽ ഏതാണെന്നൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി ചിലപ്പോൾ വന്നേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ പൊട്ട ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ആംബിഗ്യൂറ്റി ഉള്ള ക്വസ്റ്റ്യൻ. കാരണം പല വേർഷനിൽ പല അതായത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആംബിഗ്യൂസ് ആണ്. അവിടെ ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയണം. ലിനക്സിന്റെ ഒരു പർട്ടിക്കുലർ 2.5 അങ്ങനെ എന്തോ ഒരു വേർഷന് മുന്നേ വേറെന്തോ അൽഗോരിതമാണ്, അതിനുശേഷമാണ് ഈ അൽഗോരിതം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. സോ ആസ് ഓഫ് നൗ യു കീപ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ പറഞ്ഞേ. The simplest form of preemptive processor scheduling is preemptive processor scheduling. Simplest form SJF ആണോ? അല്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണോ? അല്ല. മൾട്ടി ലെവൽ ക്യൂ വിത്ത് ഫീഡ്ബാക്ക് ആണോ? അല്ല. എന്താണ്? കാരണം മൾട്ടി ലെവൽ ക്യൂസ് വിത്ത് ഫീഡ്ബാക്കിൽ എന്ത് അൽഗോരിതം ഉപയോഗിക്കാം അല്ലേ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. സോ 216 ഓപ്ഷൻ ബി അത് തന്നെയാണോ നമ്മുടെ കീയുടെ ആൻസർ? ഓക്കെ, കീ നോക്കിക്കോണം കേട്ടോ. കീയിൽ ഞാൻ പറയുന്നതായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യാം. ഓക്കെ, അടുത്തത് ഡാഷ് മിനിമം ദ ആവറേജ് വെയിറ്റ് ടൈം ഓഫ് ഓൾ പ്രോസസ്. മിനിമം ആയിരിക്കില്ല, അത് മിനിമൈസ് ആയിരിക്കും. മിനിമൈസസ് ദ ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് ഓൾ പ്രോസസ് എന്നായിരിക്കും. ഏതാ അത് നിങ്ങൾ ഒരു തമ്പ് റൂളായിട്ട് മനസ്സിൽ വെച്ചോ കേട്ടോ. ആ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും ഒക്കെ കുറവ് ആർക്കായിരിക്കും? SJF-നായിരിക്കും. അത് നിങ്ങളൊരു തമ്പ് റൂളായിട്ട് വെച്ചോ. SJF അല്ലെങ്കിൽ SRTF അതൊക്കെ ഒരേ കാറ്റഗറിയിൽ വരുന്നതാ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. SJF അല്ലെങ്കിൽ SRTF അത് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നോർമലി SJF എന്നാണ് പറയുന്നത്. SRTF മോശക്കാരനല്ല കേട്ടോ.
ഓക്കെ, സോ ഷോർട്ടസ്റ്റ് ജോബ് വെച്ചിട്ട് വരുന്ന കാര്യമായിരിക്കും ഏറ്റവും ആവറേജ് ടേൺ അറൗണ്ട് ടൈം വെയിറ്റിംഗ് ടൈം തരുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഓപ്ഷൻ എ ആണ്. സോ 221 നമ്മുടെ കീയിൽ ഓപ്ഷൻ എ ആണോ? ഓക്കെ, അടുത്തത് ആൻസർ പറഞ്ഞേ. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്, ഇത് PSC KVHSC 2014 ചോദിച്ചതാ. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രിയംറ്റീവ്, നോൺ പ്രിയംറ്റീവ്, സം ടൈം പ്രിയംറ്റീവ്. ഏതാണ്? പ്രിയംറ്റീവ് അല്ലേ? റൗണ്ട് റോബിൻ ആ ടൈം ഇത് യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോകില്ലേ അല്ലേ? സോ അത് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഇല്ല. നമ്മുടെ കീയിലും ആൻസർ അത് തന്നെയാണല്ലോ അല്ലേ? 252 എ. ഓക്കെ, അടുത്ത് പറഞ്ഞേ. ദ നമ്പർ ഓഫ് പ്രോസസ്സസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ്. അത് ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ടൈമിൽ എത്ര വർക്ക് ഫിനിഷ് ചെയ്തു അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര പ്രോസസ്സ്, നമ്മുടെ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര പ്രോസസ്സ് ഫിനിഷ് ചെയ്തു പെർ യൂണിറ്റ് ടൈം, അത് ത്രൂപുട്ടാണ് കേട്ടോ. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. 254 ഓപ്ഷൻ ബി. ഓക്കെ, ഇത് പറഞ്ഞേ. സിസ്റ്റം കനോട്ട് ബൂട്ട് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ? അത് കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. സോ ഡസ് നോട്ട് ഹാവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ അത് ബൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫൈൻ. അത് സ്കൂൾ ആയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഈസ് കോൾഡ് പ്രോസസ് അല്ലേ? പ്രോസസ്. ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സിൽവർ ഷാറ്റ്സ് ആൻഡ് ഗാൽവിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പ്രൈമറി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനറിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കൺവീനിയൻസ് ഓഫ് ദ യൂസർ ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? കൺവീനിയൻസ് ആണ്. പക്ഷേ അത് പ്രൈമറി ഗോളാണ്, ഇത് പ്രൈമറി പർപ്പസ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഗോളും പർപ്പസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അല്ലേ? അപ്പം അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഈ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പർപ്പസിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ചോദിക്കില്ലേ ലൈഫിൽ നിന്റെ ലൈഫിന്റെ പർപ്പസ് എന്താ അല്ലെ? നിന്റെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിന്റെ ജീവിത ലക്ഷ്യം എന്താണ് അല്ലെ? മറ്റേത് ഗോൾ എന്ന് പറയുമ്പോൾ നിന്റെ ലൈഫിന്റെ ഗോൾ എന്താ? എന്റെ ലൈഫിൽ എനിക്ക് PSC ജോലി കിട്ടണം അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടണമെന്നാണ് എന്റെ ഗോള്. നിന്റെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് PSC ജോലി കിട്ടണമെന്നല്ലല്ലോ. ലൈഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു വലിയ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പം അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം പല സ്ഥലങ്ങളിലും ഈ പർപ്പസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബ്രോഡ് കോൺസെപ്റ്റാണ്. പർപ്പസ് അതെന്തായിരിക്കും? മോസ്റ്റ് എഫിഷ്യന്റ് യൂസ് ഓഫ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. പ്രൈമറി ഗോള് എഫിഷ്യൻസ് അല്ലെ കൺവീനിയൻസ് ടു ദ യൂസർ ആണ് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി അത് വരാൻ സാധ്യതയുണ്ട്. സോ പ്രൈമറി ഗോള് കൺവീനിയൻസും പ്രൈമറി പർപ്പസ് മോസ്റ്റ് എഫിഷ്യന്റ് യൂസ് ഓഫ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ആണ്. മനസ്സിലായെങ്കിൽ എസ് എന്ന് അടിച്ചേ. ഇതൊക്കെ ടേമിന്റെ ഡിഫറൻസ്, ഇതൊക്കെ ഇൻഫർമേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഇനി ഇതുപോലെ തന്നെ വീണ്ടും ചോദിച്ചേക്കാം കേട്ടോ. സോ അത് തെറ്റിച്ചു പോയരുത്. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് എന്ത്? കൺവീനിയൻസ് ആണ്. ഓക്കെ, പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് കൺവീനിയൻസ്, സെക്കൻഡറി ഗോളാണ് ബാക്കിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. പക്ഷെ പർപ്പസിനെ കുറിച്ച് പറയുന്നില്ല. പർപ്പസിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ഇൻഫർമേഷനൊക്കെ കേട്ടോ. പർപ്പസ് എന്ന് പറയുന്നത് മോസ്റ്റ് എഫിഷ്യന്റ് യൂസ് ഓഫ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ഓക്കെ, അതായിരിക്കും ഇവരും ക്വസ്റ്റ്യൻ ഇടാനുള്ള അവരുടെ പിന്നിലുള്ള അതും അത് തന്നെ ആയിരിക്കും. എവിടെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മുടെ കീയുടെ ആൻസർ എന്താ? എ ആണ് അല്ലേ? ഓക്കെ, അടുത്തത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഡാഷ്. ഇത് റിപ്പറ്റീഷൻ ആണല്ലോ അല്ലേ? നേരത്തെ ഇന്നലെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജർ മെമ്മറി, പ്രോസസർ, ഡിസ്ക് IO അല്ലെ? ഓൾ ഓഫ് ദ അബോവ് അല്ലേ? ഓപ്ഷൻ നമ്മുടെ കീയുടെ ആൻസർ എനിക്ക് തോന്നുന്നത് കീയില് ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ആണെന്നാണ് തോന്നുന്നത്. കീയിൽ എന്താ 262 A എന്നല്ലേ കൊടുത്തേക്കുന്നത് അല്ലേ? അത് കറക്റ്റ് ചെയ്തോ കേട്ടോ. A അല്ല, A ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജേഴ്സ് മെമ്മറി കറക്റ്റാ. പക്ഷെ അത് മാത്രമല്ലല്ലോ,
ഇപ്പൊ ആൻസർ വരുവാണെങ്കിൽ മോസ്റ്റ് എലിജിബിൾ ആൻസർ അല്ലേ നമുക്ക് വേണ്ടത്. മെമ്മറിയും പ്രോസസ്സറും ഓൾ ഓഫ് ദ അബോവ് അല്ലേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ അല്ലേ? ഫൈൻ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അത് തിരുത്തിക്കോ. ഓപ്ഷൻ ഡി ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഓൾ ഓഫ് ദം. ഓക്കെ, ഫൈൻ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതെന്ന് കിട്ടിയത്. ഏകദേശം 40-45ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്. മൊത്തം 266 ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ അകത്ത് ഇതുവരെ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. അപ്പൊ ബാക്കി നമ്മൾ പഠിക്കുന്നതനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? സർ, മുമ്പ് ആരോ ചോദിച്ചിരുന്നതാണ്, which of the following is preferred data structure for the implementation of ready queue? റെഡി ക്യൂവില് നമ്മൾ റെഡി ക്യൂ നോർമലി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ബെറ്റർ കേട്ടോ. ലിങ്ക്ഡ് ലിസ്റ്റ് അത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ബെറ്റർ ആൻസർ. ഓക്കെ, അത് നമ്മുടെ റൗണ്ട് റോബിന്റെ ക്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് നമുക്കൊരു സർക്കുലർ ക്യൂ ആണ് വേണ്ടത്. സർക്കുലർ ക്യൂ. ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്യൂ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾക്ക് പറയുന്നത് സർക്കുലർ ക്യൂ എന്നാണ്. ഈ സർക്കുലർ ക്യൂവും നമ്മുടെ ഒരു അരേ നമുക്ക് ഈ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണെങ്കിൽ അല്ല, ഹീപ്പ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതായത് പ്രയോറിറ്റി ക്യൂ ആണെങ്കിൽ അതായത് പ്രയോറിറ്റി ക്യൂ അല്ലെങ്കിൽ ഹീപ്പ് ആയിരിക്കാം. ഓക്കെ, അത് കറക്റ്റാ. പക്ഷെ അതല്ലാത്ത കേസിൽ, അതായത് പ്രയോറിറ്റി വരാത്ത കേസിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നോർമൽ റെഡി ക്യൂ എന്ന് പറഞ്ഞാൽ അത് ക്യൂ ആണല്ലോ. നോർമലി ഒരു ക്യൂ അതെ, അത് ഞാൻ ഡബിൾ ലിങ്ക് ലിസ്റ്റ് തെറ്റാണ് കേട്ടോ. ഡബിൾ ലിങ്ക് ലിസ്റ്റ് അല്ല, കാരണം നമുക്ക് അങ്ങനെ തൊട്ട് മുന്നത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഏത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നതാ? ഓക്കെ, അതൊരു വാലിഡ് സോഴ്സ് നിന്നാണോ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? അതൊന്നും അയക്കാം. കാരണം അത് ആംബിഗ്യൂസ് ആണ് സംഭവം. കാരണം അതിന് നമുക്ക് വേണ്ടത് ബേസിക്കലി ഈ ക്യൂ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു ക്യൂ ഡാറ്റ സ്ട്രക്ചർ ആണ് വേണ്ടത്. ഇനി ഈ ക്യൂ ഡാറ്റ സ്ട്രക്ചറിനെ നമുക്ക് രണ്ട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമുക്ക് അറേ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം, നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ക്യൂ ഡാറ്റ സ്ട്രക്ചറിനെ അറേ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷെ സാധാരണ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് കാണുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്, അതിനുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ തരാൻ പറ്റുമോ? അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഈ ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്തിനാണ്? ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിന്റെ മുന്നോട്ടും പോകാം പുറകോട്ടും വരാം. അതായത് രണ്ട് അഡ്രസ് സ്റ്റോർ ചെയ്യണം അല്ലേ? കിട്ടുന്നുണ്ടോ? അതെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റഡി മെറ്റീരിയലിൽ കണ്ടു. സ്റ്റഡി മെറ്റീരിയലിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അത് അല്ലേ? അങ്ങനല്ലേ? ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഓക്കെ, അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആൻസർ എന്താണ്? ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പം അതിന് അവിടെ എവിടെയെങ്കിലും അത് സ്പെസിഫൈ ചെയ്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഈ ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആണെന്ന്? ഈ മെറ്റീരിയലിൽ കണ്ട കാര്യമാണോ പറയുന്നത്? അല്ല, ഞാൻ എവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടെന്ന് പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലാണോ കണ്ടത്? അതെ, എനിക്കൊരു എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിലോ എവിടെയെങ്കിലും, കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനറിനെ നമുക്ക് കിട്ടാൻ പാടാ അല്ലെ? അപ്പോൾ ഇതിപ്പോ ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഫോറിൻ യൂണിവേഴ്സിറ്റീസോ IITസോ അതിന്റെ ഏതെങ്കിലും സൈറ്റിന്റെ സ്റ്റഡി മെറ്റീരിയലോ അങ്ങനെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള സോഴ്സിന് കിട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പം ലോജിക്കലി ഡബിൾ ലിങ്ക് ലിസ്റ്റ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആയിരിക്കണം കറക്റ്റ്. ഓക്കെ, അപ്പൊ ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ പറയണം. അതിന്റെ ഒരു എന്തെങ്കിലും ഒരു സോഴ്സ് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് അത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അത് ഏത് പേജിലായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്നൊന്ന് പറയാമോ? നമ്മൾ പേജ് നമ്പർ 33. അതെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രിഫേർഡ് ഡാറ്റ സ്ട്രക്ചർ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് റെഡി ക്യൂ അല്ലേ? ഓക്കെ, അപ്പം അത് എന്റെ ആൻസർ സർക്കുലർ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. സർക്കുലർ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. ഓക്കെ,
കാരണം സർക്കുലർ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിക്കും, അപ്പൊ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്നല്ല ഇപ്പൊ സാറ് പറഞ്ഞത്. അപ്പൊ സർക്കുലർ സിംഗിൾ ലിങ്ക് ലിസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇത് ഞാൻ പറയുന്നത് ഈ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ആ ഡാറ്റ സ്ട്രക്ചർ കണക്ഷൻ ഇല്ലാത്തവരുണ്ടോ? ഡാറ്റ സ്ട്രക്ചറുമായിട്ട് കണക്ഷൻ ഇല്ലാത്തവരുണ്ടോ? ഫീഡ്ബാക്ക് വരുമ്പോൾ ഡബിളിൽ വേണ്ടി വരുമോ? ഫീഡ്ബാക്ക് വരുമ്പോൾ ഡബിളിൽ വേണ്ടി വരുമോ? ഒരു പ്രോസസ്സ് ഇല്ല, അത് വേണ്ടി വരില്ല. കാരണം ഒരു പ്രോസസ്സുകൾ, അതായത് നമ്മൾ ഇപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നതേ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് PCBകൾ തമ്മിലുള്ള കണക്ഷനാണ്. ഒരു പ്രോസസ്സിന്റെ PCBയും അടുത്ത പ്രോസസ്സിന്റെ PCBയും തമ്മിലുള്ള അതിനെ ലിങ്ക് ചെയ്ത് നമ്മൾ വെച്ചേക്കുക. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഇപ്പോൾ ഒരു പ്രോസസ്സിൽ നിന്നും മറ്റേ പ്രീവിയസ് പ്രോസസ്സിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള പ്രശ്നം വരുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 5 പ്രോസസ്സ് ഉണ്ട്, റെഡി ക്യൂ ആണ്. അല്ലെ പിന്നെ എന്തിനാ നമ്മൾ ക്യൂ എന്ന് പറയുന്നത്? ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കം അല്ലെ? അല്ല അതുകൊണ്ട് റെഡി ക്യൂ ആണ്, കാരണം ആൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ PCBയിൽ ഒരു PCBയിൽ നിൽക്കുമ്പോൾ ആ PCBയിൽ അടുത്ത PCBയിലേക്കുള്ള പോയിന്റർ ഉണ്ട്. അത് മാത്രമല്ല ആ PCBയുടെ തൊട്ട് മുന്നത്തെ പോയിന്ററും ഉണ്ട്, പുറകിലത്തെ പോയിന്ററും ഉണ്ട്. അപ്പം അത് ആ മുന്നത്തെ പോയിന്റർ ആവശ്യം വരുമോ എന്നുള്ളത് ഒന്ന് ഫൈനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് സിംഗിളി ലിങ്ക് ലിസ്റ്റും സർക്കുലർ സിംഗിളി ലിങ്ക് ലിസ്റ്റും ഉണ്ട് അല്ലെ? സിംഗിളി ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹെഡ് പോയിന്റർ ഉണ്ടാവും അല്ലെ, ഒരു എൻഡും ഉണ്ടാവും അല്ലെ? ഫൈൻ. അപ്പം സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, അപ്പൊ നമുക്ക് ഫ്രണ്ടും റിയറും നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവും, കാരണം ക്യൂ അല്ലേ, ഫ്രണ്ടും റിയറും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റർ മതി അല്ലെ? സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പോയിന്റർ മതി. ഡാറ്റ സ്ട്രക്ചർ അറിയുന്നവരൊന്ന് പറഞ്ഞേ അല്ലെ, എങ്ങനെയല്ലേ? സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റർ മതി. ആ പോയിന്റർ എവിടെയായിരിക്കണം പോയിന്റ് ചെയ്യേണ്ടത്? ഫ്രണ്ടും റിയറും ആണ്. നമ്മൾ നോർമലി ഫ്രണ്ടും റിയറും അല്ലേ ക്യൂവിൽ പോയിന്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്ക് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഒരു പോയിന്റർ മതി. ആ ഒരു പോയിന്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ രണ്ടും പിടിക്കാൻ പറ്റും. എവിടെയായിരിക്കണം പോയിന്റ് ചെയ്യേണ്ടത്? ഹെഡിലാണോ ടെയിലാണോ പോയിന്റ് ചെയ്യേണ്ടത്? ടെയിലായിരിക്കണം പോയിന്റ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഡാറ്റ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിക്കാം. ടെയിലിൽ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോയിട്ട് ഹെഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ? ഹെഡിൽ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ആ 100 PCB ഉണ്ടെങ്കിൽ അല്ലെ 100 എണ്ണം ട്രാവേഴ്സ് ചെയ്യാതെ നമുക്ക് അവസാനത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പുതിയതായിട്ട് ഒരാൾ വന്നാൽ അതിന്റെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? പക്ഷെ നമ്മുടെ ടെയിലാണ് ആ പോയിന്റർ ഉള്ളതെങ്കിൽ നമുക്ക് അതിന്റെ തൊട്ടടുത്ത അഡ്രസ്സിലായിരിക്കും എന്തുള്ളത്? സർക്കുലർ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത അഡ്രസ്സിലായിരിക്കും നമുക്ക് ഹെഡ് ഉള്ളത് അല്ലെ? അപ്പം അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സിംഗിളി ലിങ്ക് ലിസ്റ്റിനേക്കാളും ബെറ്റർ ഡാറ്റ സ്ട്രക്ചർ സർക്കുലർ സിംഗിളി ലിങ്ക് ലിസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഡബിളി ലിങ്ക് ലിസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ട് ഏതെങ്കിലും സോഴ്സിൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടില്ല വേറെ എവിടെ ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ സോഴ്സ് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ എന്റെ ആൻസർ അത് സർക്കുലർ സിംഗിളി ലിങ്ക് ലിസ്റ്റ് ആണ്. ഡബിളി ലിങ്ക് ലിസ്റ്റ് കണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിന്റെ സോഴ്സ് എനിക്ക് പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ? ആരാ ഇപ്പൊ ചോദിച്ചത്? ഓക്കെ ആണല്ലോ അല്ലേ? പേര് ദിവ്യ ആണല്ലേ? ദിവ്യ. ഓക്കെ. ദിവ്യ അതിന്റെ ആ സോഴ്സ് ഒന്ന് അടുത്ത പ്രാവശ്യം ഒന്ന് പറയാം കേട്ടോ. എവിടെ നിന്നാണ് അത് കണ്ടതെന്ന്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാരണം അത് നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഇനിയും അത് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സാർ, എനിക്ക് ഇവിടെ തോന്നിയൊരു കാര്യം, എന്റെ ഒരു ഡൗട്ടാണ്, ഈ പ്രോസസ്സുകൾ ഏതെങ്കിലും തരത്തിൽ ഡിപ്പെൻഡന്റ് ആവാൻ സാധ്യതയുണ്ടോ? പ്രോസസ്സുകൾ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാ ഡിപ്പെൻഡ് ആവുക? ഇല്ല അല്ലെ? അല്ല, ഡബിളിന്ന് വന്നോണ്ട് അങ്ങനെ ചിന്തിച്ചതാണ്. അങ്ങനെ ആവാനൊരു സാധ്യത ഉണ്ടോ? ഡിപ്പെൻഡന്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രോസസ്, അതായത് പ്രോസസ്സ് അല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് നമ്മുടെ CPU ഷെഡ്യൂളർ അല്ലേ? അതെ. അത് പ്രയോറിറ്റി ആണോ, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണോ, അത് വേറെ ആളാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന്റെ ബേസ് ചെയ്ത് ക്യൂവിൽ നിന്ന് എടുത്തു വിടുക എന്നുള്ളതില്ല ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് പുറകോട്ടൊരു അഡ്രസ്സ് ഇനിയിപ്പോ അറിയത്തില്ല. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും അവർക്ക് ഇച്ചിരി പുറകോട്ടൊരു അഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ അഡ്രസ്സ് കൊടുക്കണം. ഇനി അത് അവർക്ക് അത് പ്രശ്നമല്ല. അത് ഒരു അഡ്രസ്സ് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം മാക്സിമം ഒരു 150 പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു 500 പ്രോസസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു ഓവർഹെഡ് അല്ല എന്ന് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ ചിലപ്പം അത് കറക്റ്റ് ആയേക്കാം. കാരണം അത് മുന്നോട്ടും പുറകോട്ടും ഒക്കെ വരാമല്ലോ. അതെ. ഒരു കാര്യത്തിനെ തന്നെ ഡിവൈഡ് ചെയ്ത് ഇടാലോ പ്രോസസ് ആയിട്ട്. അതെ. അപ്പൊ ചിലപ്പോ അങ്ങനെ വന്നാൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ, അതായത് അത്
എക്സ്ട്രാ വകൻസ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അത് ഫീൽ ചെയ്യുക അതൊന്നും പ്രശ്നമില്ല. ഒരു മാക്സിമം എത്ര പ്രോസസ്സ് വരാനാ? ഒരു 200 പ്രോസസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 500 പ്രോസസ്സ് ഉണ്ടാവും. അത് ഒരു 100 ഒരു എക്സ്ട്രാ ഒരു അഡ്രസ്സ് ഞങ്ങളവിടെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടും വരാം പുറകോട്ടും വരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരിക്കൽ അവസാനത്തെ പ്രോസസ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം കറങ്ങി വരണ്ടേ, ഇല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ നമ്മളായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് പക്ഷേ നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് ഇനി PSC വരാനും സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, നിങ്ങളും കൂടെ നോക്കുക. അപ്പം നമുക്ക് ആസ് ഓഫ് നൗ അത് സർക്കുലർ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണെന്ന് വെക്കാം. ഇനി സ്പെസിഫൈ ചെയ്തിട്ട് എവിടെയെങ്കിലും ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അത് മാറ്റാം. ശരി ശരി. സർ പറഞ്ഞോ. ഹലോ സർ, ക്വസ്റ്റ്യൻ നമ്പർ 22 ഉണ്ടല്ലോ, നമ്പർ 22 ഈ ആ പേജ് നമ്പർ അതിൽ തന്നെ സെയിം പേജ് 33 പേജ്. അത് അസെൻഡിങ് ഓർഡർ എടുക്കാന്നാണോ? അതിന്റെ ആൻസർ എങ്ങനെ വരും? 5 jobs are waiting to be run. Their expected run times are 96352. In what order should they have to run to minimize average turnaround time? അസെൻഡിങ് ഓർഡർ എടുത്താൽ കിട്ടുമോ? അങ്ങനെയാണോ? ഇല്ല, അത് ആവറേജ് ടേൺ അറൗണ്ട് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് അസെൻഡിങ് ഓർഡർ തന്നെയാണ് അവിടെ കേട്ടോ. കാരണം ഒരു ആവറേജ് ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ആൾക്കാരുടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഇതൊക്കെ കുറയ്ക്കുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പൊ അതെ, ആ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതായിരിക്കണം ആവറേജ് ടൈം കുറയ്ക്കുന്നത്. അപ്പം ഈ 2 കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞാൽ അടുത്ത കിട്ടത്തില്ലേ, മറ്റേ ആൾ വെയിറ്റ് ചെയ്യുന്ന സമയം കുറയില്ലേ. അപ്പം അടുത്തത് ചെറിയ അതിനേക്കാളും ചെറിയ ജോബ്, അതിനേക്കാളും ചെറിയ ജോബ്. ആ SJF കോൺസെപ്റ്റ് അവിടെ വരുന്നത് കേട്ടോ. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ B ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോസസ് സിങ്കണൈസേഷൻ തുടങ്ങാം കേട്ടോ. സോ താങ്ക് യു.